ദാവീദ് കാട്ടിലുള്ളപ്പോൾ അവന്റെ കരത്തിൽ കിന്നരമുണ്ട്. ദാവീദ് കാട്ടുക്കുള്ള ഇരിക്കുമ്പോൾ അവൻ കയ്യിൽ എന്താ കിന്നരം ഇരിക്കുന്നത്. എന്നാൽ രാജാവായിട്ടും അവൻ കിന്നരം അവൻ കളഞ്ഞില്ല. അന്നും അവൻ സാംസനെ പാടുവാൻ തുടങ്ങി. രാജാവാക മാറിന പിന്നും അവൻ அந்த കിന്നരത്തെ ദൂരെ പോടവില്ലേ, അത് അവൻ പ്ലേ പണിക്കൊണ്ടേ ഇരുന്നാൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ കാട്ടിലിരുന്നപ്പോൾ, അവൻ ഇടയനായിരുന്നപ്പോൾ അവൻ പാടി, യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പാടാൻ തുടങ്ങി. മെയ്പ്പനായി ഇരുന്നപ്പോൾ അവൻ പാടിനാൻ, കർത്തർ എൻ മെയ്പ്പനായിരിക്கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. രാജാവായപ്പോൾ പറയാൻ തുടങ്ങി, ചിലർ സൈന്യങ്ങളിലും ചിലരും രഥങ്ങളിലും ആശ്രയിക്കും, എന്നാൽ ഞാൻ എന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു. ராஜாவாக மாறின பின்பு சொல்கிறான், சிலர் ரதங்களிலும் சிலர் குதிரைகளிலும் பாட்ட பாராட்டுகிறார், நான் என் கர்த்தர் மேல் நம்பிக்கை வைத்திருக்கிறேன். ഹല്ലേലൂയ. രാജാവായിരിക്കുന്ന സമയത്ത് അവൻ പറയാൻ തുടങ്ങി, ഞാൻ ഇനി സൈന്യത്തിലല്ല ആശ്രയിക്കുന്നത്, എന്റെ ശരണം യഹോവയാണെന്ന് പാടുവാൻ തുടങ്ങി. രാജാവാക മാറിന പോത് അവൻ പാടുகிறான், ഇനി ഞാൻ സേന മേലെ അല്ല നമ്പിക്ക വയ്പത്, കർത്തരയെ ഞാൻ അടയ്ക്കലം കൊണ്ടുവരുகிறேன். അവൻ ഇടയനായിരുന്നപ്പോൾ സബ്മിസീവൻ, ദൈവത്തിന് കീഴ്പ്പെട്ടവനായിരുന്നു. മെയ്പ്പനായി ഇരുന്നപ്പോൾ കർത്തർക്ക് കീഴ്പ്പെടുന്നവനായിരുന്നാൻ. രാജാവായിരുന്നപ്പോഴും അവൻ യഹോവയ്ക്ക് കീഴ്പ്പെട്ടവനായി. രാജാവാക മാറിന പിൻപും കർത്തർക്ക് കീഴ്പ്പെടുന്നവനായിരുന്നു. സ്തുതിക്കൊരു പ്രത്യേകതയുണ്ട്. സ്തുതി ഇടയനെ രാജാവാക്കി മാറ്റുന്നവനാണ്. തുതിക്ക് ഒരു വിശേഷ തന്മയുണ്ട്. തുതി ഒരു മെയ്പ്പനെ അരസനാക മാറ്റവല്ല. ആരാധന വെളിപ്പെടുന്നിടത്ത് പ്രൊമോഷൻ വന്നുകൊണ്ടേയിരിക്കും. ആരാധന വെളിപ്പെടും ഇടങ്ങളിൽ പ്രൊമോഷൻ വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ പേഴ്സണലി വർഷിപ്പ് ചെയ്യുന്നവരാണോ? ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കും, ആ പ്രവചനം നിറവേറും. നിങ്ങൾക്ക് പ്രൊമോഷൻ വന്നുകൊണ്ടേയിരിക്കും. நீங்க தனிப்பட்ட வாழ்க்கையில் ஆராதிக்கிறவர்களா, நான் உங்களை பார்த்து தீர்க்கதரிசனம் சொல்கிறேன், உங்கள் வாழ்க்கையில் പ്രൊമോഷൻ വന്നുകൊണ്ടേ இருக்கும். നിങ്ങൾ യാഹ്വേയുടെ നാമത്തെ പേഴ്സണൽ ലൈഫിൽ ഉയർത്തുന്നവരാണോ? ആമേൻ. നിങ്ങൾ യാഹ്വേയുടെ നാമത്തെ തനിപ്പെട്ട வாழ்க்கையில் ഉയർത്തുகிறவர்களா? യാഹ്വേയുടെ കൂടെ നടക്കുന്നവരാണോ? ആമേൻ. യാഹ്വേയുടെ കൂടെ നടക്കുന്നവர்களா? ഹല്ലേലൂയ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ, നിങ്ങളുടെ മെറ്റീരിയൽ ലൈഫിൽ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ ഇതുവരെ ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രൊമോഷൻ വന്നുകൊണ്ടേയിരിക്കും. உங்களுடைய தனிப்பட்ட வாழ்க்கையில், பொருளாதார எல்லைகளில், ஆவிக்குரிய வாழ்க்கையில் மற்றொரு நபர்களுக்கும் தீர்க்கதரிசனம் சொல்ல முடியாத அளவுக்கான பெருக்கம் உங்களுடைய வாழ்க்கையில் ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 17ാമത്തെ വയസ്സിലാണ് ദാവീദിന്റെ മേൽ അഭിഷേകം വീഴുന്നത്. 17ാമത് വയസ്സിലാണ് ദാവീദിന്റെ മേൽ അഭിഷേകം അവന്റെ വീഴുന്നത്. 10ാമത്തെ വയസ്സിൽ അവനെ കണ്ടാൽ ഒരാൾക്ക് പോലും പ്രവചിക്കാൻ പറ്റത്തില്ല, നീ ഇസ്രായേലിന്റെ രാജാവായി മാറുമെന്ന്. അവനുடைய 10ാவது വയതിൽ ഒരു നബറും അവനെ കണ്ടാൽ ദീർഘദർശനം சொல்ல മാட்டாங்க, നീ ഇസ്രായേലിന്റെ രാജാവാക മാറും. മക്കളെ, ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർഗം നിന്നെ പ്രൊമോട്ട് ചെയ്യാൻ പോകുകയാണെന്ന് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ അത് ആത്മാവിൽ സ്വീകരിക്കാൻ റെഡിയാ? ആമേൻ. ഹല്ലേലൂയ. മറ്റാരാലും പെറ്റുകൊള്ള முடியாத ചില ഉന്നത നിലവാരങ്ങൾ നിങ്ങൾ வருவீர்கள் என்று சொல்லி, ആമേൻ, ഞാൻ சொன்னால் இந்த നാളിൽ എത്ര പേർക്ക് அதை പെറ്റുകൊള്ള முடியும். അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത്, എന്നെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഹയർ റിലം എന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിലേക്ക് എൻ്റർ ആകാൻ പോകുകയാണ്. அப்படி என்றால் மற்றவர்களுக்கு தீர்க்கதரிசனம் உரைக்க முடியாத அளவுக்கு ஆமென் சில ஆமென் உன்னத நிலவரங்கள் என்னுடைய வாழ்க்கையில் பிதாவானவர் வைத்திருக்கிறார், நான் அதுக்குள் எൻ്റർ ആക പോകുகிறேன். ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി ഡിക്ലെയർ ചെയ്യുന്നു, ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു ഹയർ റിലം ഇന്ന് ചിലരുടെ മേൽ, ക്രിസ്തുവിന്റെ തലമുറകളുടെ മേൽ സ്വർഗം ഇന്ന് പകൽ അതിനെ തുറന്നു തരികയാണ്. நாங்க அறிக்கை பண்ணுகிறோம், யாருக்கும் தீர்க்கதரிசனம் சொல்ல முடியாத அளவுக்கான சில உயர்வுகள் கிரைஸ்ட் ஜெனரேஷன் உங்கள் மேல் இந்த நாளில் வெளிப்படுகிறது. അത് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടി കരങ്ങളെ അടിച്ച് ആത്മാവിൽ അല്പസമയമൊന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. വിശ്വസിക്കുന്നവர்கள் ആവിയിൽ കരങ്ങളെ തട്ടി கொஞ்ச നേരത്തേക്ക് സ്തോത്രങ്ങളെ സെലുത്തിക്കൊള്ളുക. ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. ആമേൻ. സ്തോത്രങ്ങളെ സെലുത്ത ആരംഭിക്കുക. വായ്കളെ തുറന്നൊന്ന് പ്രൈസ് ചെയ്തു തുടങ്ങിയാട്ടെ. വായ്കളെ തുറന്ന് പ്രൈസ് பண்ண ആരംഭിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ആരാധന വെറുതെയല്ല, ഇപ്പോഴത്തെ സ്തുതി വെറുതെയല്ല, അത് ചിലതിന്റെ റിലങ്ങളെ, ചില ഡോറുകളെ തുറക്കാൻ ശക്തിയുള്ളതാ. ആമേൻ. ഇപ്പോഴുള്ള ഉങ്ങളുടെ ആരാധന അത് വെറുമയാക അല്ല, അത് ചില ആവിക്കുரிய മണ്ഡലങ്ങളെ, ചില വാസൽകളെ തിറക്ക വല്ലമയുള്ളதாக இருக்கிறது. ആമേൻ. 16ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയാ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കൽ എന്നെ കാത്തുകൊള്ളണമേ. ആമേൻ. ദാവീദ് சொல்கிறது, நான் கர்த்தாவே நான் உம்மை நம்பி இருக்கிறேன், என்னை காப்பாற்றும். ആമേൻ. കിങ്ലി റിലത്തിൽ നിന്ന് ദാവീദ് പറയുന്നത്, അങ്ങാണ് എന്റെ ശരണം. ஆமென். அந்த ராஜகீய தன்மையில் நின்று கொண்ட நிலவரத்தில் நின்று கொண்டுதான் சொல்கிறது, நீரே என் நம்பிக்கை. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അങ്ങാണ് എന്റെ ശരണം.
நீர்தான் என் நம்பிக்கை. ആമേൻ. അതുകൊണ്ട് ദാവീദ് പറയുക, പ്രിസർവ് മീ ഓ ലോർഡ്, പ്രിസർവ് മീ. ஆமென். நான் உம்மை நம்பியிருப்பதனால் என்னை காப்பாற்றும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഷമാർ എന്നുള്ള ഹെബ്രായ പദമാണ്. ഷമാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിച്ചു പോകാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതിനാണ് ഷമാർ എന്ന് പറയുന്നത്. ஆமென். ஷமார் என்றதான எபிரேய வார்த்தை. ஷமார் என்றால் ஒருபோதும் அழிந்து கெட்டு போகாத விதத்தில் ஒன்றை பாதுகாத்துக் கொள்வது. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സൈന്യങ്ങളുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ആൾബലമുണ്ട്. പക്ഷേ ദാവീദ് പറയുകയാണ്, എന്നെ അങ്ങ് പ്രിസർവ് ചെയ്താൽ മതി, അങ്ങനെ സുരക്ഷിതമായി നോക്കിയാൽ മതി, അങ്ങനെ സംരക്ഷിച്ചാൽ മതി. ஆமென். அவனை பாதுகாத்துக் கொள்கிறதான சேனையுண்டு. ஆமென். அரசாங்க பலம் எல்லாம் உண்டு. ஆனால் தாவீது சொல்கிறது, நீர் என்னை பாதுகாத்தால் போதும். മക്കളെ, നിങ്ങളുടെ പ്രത്യേകത എന്നാണെന്നറിയാവോ? നിങ്ങൾ എത്ര വഴി തെറ്റിയാലും ആർക്കും തൊടാൻ പറ്റാത്ത ഒരു ഹൈ പ്രൊട്ടക്ഷൻ അകത്ത നീയും നിന്റെ തലമുറകളും നിന്റെ കുടുംബവും. ஆமென். தெய்வ பிள்ளைகளே, உங்களுடைய ஸ்பெஷாலிட்டி என்னன்னு தெரியுமா? நீங்க எவ்வளவுதான் வழி தவறினாலும் யாருக்கும் தொட முடியாததான சில விசேஷ பாதுகாப்புக்குள்ளதான் நீங்கள் உங்களுடைய தலைமுறைகள் இருக்கிறது. അതുകൊണ്ടാണ് 91 സങ്കീർത്തനം എഴുതിയപ്പോൾ പറയുന്നത്, നമ്മളെ ആമേൻ സർവശക്തിന്റെ നിഴലിൻ കീഴില സീക്രട്ട് പ്ലേസിലകത്ത നമ്മളെ മറച്ചു വെച്ചിരിക്കുന്നത്. அதனால் தான் 91 சங்கீதம் சொல்கிறது, ஆமென், உன்னதமானவருடைய மறைவில், ஆமென், சர்வ வல்லவருடைய நிழலில், அந்த ரகசிய இடத்திலே தான் ஆமென் கர்த்தர் நம்மை மறைத்து வைத்திருக்கிறார். ഞാനത് ഇതിനു മുമ്പ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. രഹസ്യ സങ്കേതത്തിലാണ് സ്വർഗം നിങ്ങളെ മറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഡീമനും ഒരു ശത്രുവിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിൽ. ആമേൻ. യാഹുവയുടെ രഹസ്യ സങ്കേതം, യാഹുവയുടെ സീക്രട്ട് പ്ലേസിലാ ക്രൈസ്റ്റ് ജനറേഷൻ എന്നെയും നിങ്ങളെയും ദൈവം മറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ശത്രുവിനും അവിടെ കേറി നിങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. ஆமென். அன்பானவர்களே, யாகுவேனுடைய ரகசிய அடைக்கல இடத்திலே தான் அவர் நம்மை மறைத்து வைத்திருக்கிறார் என்று சொன்னால் ஒரு சத்ருவுக்கும் அங்கே ஏறி நம்மை கண்டுபிடிக்க முடிவதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശത്രുവിന് വിരോധമായി പോരാടുന്നത് പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ടല്ല. നിങ്ങൾ ശത്രുവിനോട് യുദ്ധം ചെയ്യുന്നത് സീക്രട്ട് പ്ലേസിൽ നിന്നുകൊണ്ടാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ. ഹല്ലേലൂയ. நீங்கள் சத்ருவிடத்திலே போராடுவது பப்ளிக்ல நின்று கொண்டல்ல, உங்களுக்கு பிதா வைத்திருக்கிற ரகசிய இடத்தில், ரகசிய அடைக்கல இடத்தில் நின்று கொண்டுதான் நீங்க உங்களுடைய யுத்தங்களை பண்ணுவீர்கள். ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, மிக பாதுகாப்பான இடம், ഏറ്റവും പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം, மிக ആമേൻ பாதுகாக்கப்படுகிற இடம். ഇന്ന് തിരിച്ചറിഞ്ഞ് എന്റെ ദൈവം എന്നെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ഉറപ്പുള്ളവർ ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങിയാട്ടെ. என் கர்த்தர் நான் கெட்டு போகாத இடத்தில் பாதுகாத்து வைத்திருக்கிறார் என்ற உறுதியுள்ளவர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അത് ഈ വേൾഡിന്റെ തലത്തിലല്ല, ഈ ലോകത്തിലല്ല നിങ്ങളെ സൂക്ഷിക്കുന്നത്. ആമേൻ. അത് இந்த உலகத்தினுடைய ஒரு தன்மையோ இடத்திலேயோ அல்ல உங்களை பாதுகாத்து வைப்பது. അത് ഹെവൻലി റിലത്തിലും അല്ല നിങ്ങളെ സൂക്ഷിക്കുന്നത്. അത് ആമേൻ പരലോക ആമേൻ മണ്ഡലത്തിലെ അല്ല ഉങ്ങളെ പാதுகாப்பது. ഇൻ ക്രൈസ്റ്റ് റിലത്തിനകത്തുള്ള സീക്രട്ട് പ്ലേസിലാണ് എന്റെ ദൈവം എന്നെ സുരക്ഷിതമായി വെച്ചിരിക്കുന്നതെന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? கிறிஸ்துவுக்குள், ஆமென், இன் கிறிஸ்ட், கிறிஸ்துவுக்குள் என்றதான ரகசிய இடத்திலே தான் பிதாவானவர் என்னை மறைத்து வைத்திருக்கிறார் என்று எத்தனை பேர் புரிந்து கொள்றீங்க? ഹല്ലേലൂയ. ചില റെവലേഷനുകൾ നിങ്ങളുടെ മുമ്പിൽ ഓപ്പൺ ആയി വരാൻ പോകുന്നു. ஆமென். இந்த துவக்கத்திலே உங்களை பார்த்து அறிக்கை பண்ணுகிறேன், சில ரெவலேஷன்ஸ் கர்த்தர் உங்களுக்கு ஓபன் பண்ணி தருவார். ഹല്ലേലൂയ. ആമേൻ. ചിലത് പിതാവ് നിങ്ങളോട് ആഴത്തിൽ സംസാരിക്കുന്ന തലങ്ങൾ തുറന്നു വരാൻ പോകുകയാണ്. ஆமென். சிலது பிதாவானவர் ஆழத்தில் உங்களோடு பேசுகிற மண்டலங்கள் திறந்து வருகிறது. ആമേൻ. ഈവൻ കിങ്ലി റിലത്തിലേക്ക് ദാവീദ് കേറി. அப்ப ராஜகீய ஆமென் நிலவாரத்துக்கு தாவீது ஏறி வந்து விட்டது. വലിയ സ്വത്തുക്കൾക്ക് അവൻ അവകാശിയായി മാറി. ஆமென். பெரிய சொத்துக்களுக்கெல்லாம் உடமையாக மாறிவிட்டான். ഇടയനായി കിടന്ന വ്യക്തിയാ, மெய்ப்பனாக கிடந்த நபர், ഇടയനായി കിടന്നവൻ രാജകീയ തലത്തിലേക്ക് കയറി. ஆமென். மெய்ப்பனாய் இருந்தவன் ஒரு ராஜரீக நிலவாரத்துக்கு வந்து விட்டான். സമ്പത്തിന് അവകാശിയായി തീർന്നു. ஆமென். சில ஆமென் பொருளாதார நன்மைகளுக்கு உடமையாக மாறினான். കൊട്ടാരങ്ങൾക്ക് അവകാശിയായി തീർന്നു. சில ஆமென் சில பேலஸுக்கெல்லாம் உடமையாக மாறிவிட்டான். അന്നത്തെ കാലത്തെ രഥങ്ങളും കുതിരകളും എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ബെൻസും അതിലും വലിയ വാഹനങ്ങൾക്ക് തുല്യമാണ്. ஆமென். அன்றைய கால ஆமென் ரதங்கள் குதிரைகள் என்று சொல்வதெல்லாம் இந்த காலத்துல ஆமென் மிக விலை சிறந்ததான வாகனங்கள், பென்ஸ், அதுக்கெல்லாம் மேல விலை உள்ள ஆமென் பொருட்கள். അന്നത്തെ രഥങ്ങൾക്കും കുതിരകൾക്കും എല്ലാം അവകാശിയായി മാറി. ஆமென். அன்றைய ரதங்கள் குதிரைகளுக்கு எல்லாம் சுதந்திரவாளியாக மாறினான். ആ ദാവീദ് പറയാ,
Lord, you are my Adonai. ஆமென். அந்த தாவீது சொல்கிறார், நீரே என் கர்த்தர். Oh Yahweh, you are my Adonai. ஆமென். യാഹുവേ നീരേ എൻ കർത്തർ. അങ്ങാണ് എന്റെ കർത്താവ്. ആമേൻ. നീരേ എൻ കർത്തർ. ദാവീദ് പറയാ, അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല. നീരല്ലാமல் எனக்கு വേറെ നന്മയില്ല. അപ്പൊ ഈ വലിയ പാലസ് എന്താ? அப்ப இந்த பெரிய அரண்மனை என்னது? ഈ രഥങ്ങൾ എന്താ? இந்த രഥങ്ങൾ என்னது? ഈ ഗോൾഡ് എന്താ? இந்த പൊന്ന് என்னது? ആമേൻ. ദാവീദിന്റെ നോട്ടത്തിൽ ഇതിനെക്കാട്ടിലും വലിയൊരു നന്മ എനിക്ക് ലഭിച്ചത് കൊണ്ടാ ഇതെനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞേ. ஓ ஆமென். தாவீதுடைய பார்வையிலே ஆமென் ஹalleluya, இதை விட பெரிதான ஒரு நன்மை நான் பெற்றுக்கொண்டதனால தான் இதெல்லாம் என்னால அனுபவிக்க முடியும். പകൽ പറഞ്ഞ ഏറ്റവും വലിയ ട്രഷറിനെ ഞാൻ പിടിച്ചിരിക്കുന്നത്. ஆமென். இன்னைக்கு சொல்லுங்க, மிகப்பெரிய பொக்கிஷத்தை தான் நான் பிடித்திருக்கிறேன். ഏറ്റവും വലിയ നിധിയെ ഞാൻ പിടിച്ചിരിക്കുന്നത്. சொல்லுங்க, வாயில திறந்து சொல்லுங்க, மிகப்பெரிய பொக்கிஷத்தை தான் நான் பெற்றிருக்கிறேன். ഗ്രേറ്റസ്റ്റ് സമ്പത്തിനെ ഞാൻ പിടിച്ചിരിക്കുന്നത്. ஓ மிக விலையேறப்பட்ட சொத்தை தான் நான் பிடித்திருக்கிறேன். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സഭയ്ക്കകത്തിരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും യേശുവ അവൈലബിൾ ആ ദൈവമക്കളെ. ஆமென். இந்த சபையில் இருக்கிற அத்தனை நபர்களுக்கும் യേശുവா ஆமென் போதுமானவர். ஆமென். ഞങ്ങൾക്ക് അധികം നിങ്ങൾക്ക് കുറവ് അങ്ങനെയല്ല കർത്താവ് കൊടുക്കുന്നത്. எங்களுக்கு அதிகம் உங்களுக்கு குறைவு அப்படி அல்ல கர்த்தர் தருவது. ഒരേ അളവിനാൽ അളന്ന നമുക്ക് തരുന്നത്. ഒരേ അളവിനാൽ അളന്നുதான் നമുക്ക് കർത്താവിന്റെ കരത്തിൽ രണ്ട് അളവ് പാത്രമില്ല, ഒരേ അളവ് പാത്രമായി ഇതിനകത്ത് എല്ലാവർക്കും അളന്ന് തരുന്നത്. ஆமென். கர்த்தருடைய பார்வையிலே ரெண்டு அளவுகோல் இல்ல. ஆமென். எல்லாருக்கும் கிறிஸ்து என்ற ஒரே அளவு பாத்திரத்தில் தான் அளந்து പകൽ പറയട്ടെ, എല്ലാവർക്കും കർത്താവിനകത്ത് അവൈലബിൾ ആണ്. ஆமென். இதுக்கு சொல்லவா, கர்த்தர் இதிலே எல்லா நபர்களுக்கும் அவൈലബിൾ ആണവർ. ഞങ്ങൾ അധികത്തെ പിടിച്ചു വാങ്ങി, ஆனால் நாங்கள் அதிகத்தை பெற்றுக்கொண்டோம். ഞങ്ങൾ അധികത്തിന്റെ കൂടെ ചേർന്നു. நாங்கள் அதிகமானதுக்கு பின்பற்றுகிறோம். ഞങ്ങൾ യാഹ്വേ മാത്രം ഫോക്കസ് ചെയ്തു. நாங்கள் യാഹ്വേയെ மட்டும் ആമേൻ ഫോക്കസ് ഇന്ന് பண்ணுகிறோം. ഗ്രേറ്റ് ട്രഷറിനെ നിങ്ങൾ പിടിക്കാൻ റെഡിയാണെങ്കിൽ, ആ വലിയ നിധിയായ യാഹ്വേയെ നിങ്ങൾ മുറുകെ പിടിക്കാൻ റെഡിയാണെങ്കിൽ, ഈ ലോകത്തിലുള്ള സകല നന്മയും നിങ്ങളെ പിന്തുടരുവാൻ തുടങ്ങും. ஓ இன்றைக்கு மிகப்பெரிய பொக்கிஷமான யாஹ்வேவை பிடிக்க நீங்கள் ரெடி என்று சொன்னால் உலகத்தில் இருக்கிற சகல ஐஸ்வர்யங்களும் உங்களை பின்பற்றி வரும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദാവീദ് പറഞ്ഞു, you are my Lord, you are my Adonai. അങ്ങല്ലാതെ എനിക്ക് ഒരു നന്മയും ഇല്ല. ഇന്ന് ക്രൈസ്റ്റ് ജനറേഷന് അതിനെ ഒന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ വാ തുറന്ന് പറഞ്ഞേ, എന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആ ഗുഡ്നസ് എന്ന് പറയുന്നത് അത് യാഹ്വേ ആണ്. ஆமென். இன்றைக்கு ஆமென் தாவீது சொல்கிறார், நீரே என் கர்த்தர், நீரே என் எஜமானன், நீர் அல்லாமல் எனக்கு வேறொரு நன்மை இல்லை. இன்னைக்கு கிரைஸ்ட் ஜெனரேஷன் எத்தனை பேர் சொல்றீங்க, என்னுடைய மிகப்பெரிய ஆசீர்வாதம் பொக்கிஷம் அது என்னுடைய கர்த்தர். ഹല്ലേലൂയ. ഹല്ലേലൂയ. 16 verse 8 നിങ്ങൾ നോക്കി, 8ാമത്തെ വാക്യം നോക്കി. അവിടെ ദാവീദ് പറയാ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ നിർത്തിയിരിക്കുന്നു. ஆமென். சங்கீதங்கள் 16:8 சொல்கிறது, கர்த்தரை எப்பொழுதும் எனக்கு முன்பாக வைத்திருக்கிறேன். ആമേൻ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ஆமென். கர்த்தரை எப்பொழுதும் எனக்கு முன்பாக வைத்திருக்கிறேன். അടുത്ത പറയാ, ആ യാഹ്വേ എന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. அவர் என் வலது பார்சத்தில் இருக்கிறபடியால் நான் அசைக்கப்படுவதில்லை. ദാവീദ് പറയാ, ഞാൻ യാഹ്വേ എന്റെ മുമ്പിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കുക. ஆமென். தாவீது சொல்கிறது, நான் கர்த்தரே எனக்கு முன்பதாக வைத்திருக்கிறேன். ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, இன்னைக்கு ആ കാലഘട്ടത്തിനകത്ത് എന്ത് റെവലേഷൻ അകത്ത് വേർഡ് എഴുതിയിരിക്കുന്നത്? ஆமென். பாருங்க, அந்த காலத்தில் என்ன வெளிப்பாடிலே இந்த மனுஷன் இந்த வார்த்தைகளை எழுதி வைத்திருக்கிறார். അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിനകത്ത് പത്രോസ് കോട്ട് ചെയ്യുന്ന ഈ വേർഡുകൾ എടുത്ത് കോട്ട് ചെയ്യുന്നത്. ஆமென். அப்போஸ்தலர் நடபடிகள் 2வது அதிகாரத்தில் பேதுரு எடுத்து கோட் பண்ணுவது இந்த சங்கீதத்தினுடைய வார்த்தைகள் தான். അപ്പൊ പുതിയ ഉടമ്പടിക്കകത്ത് ഒരു അപ്പോസ്തലൻ കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ആ കാലഘട്ടത്തിൽ ഒരു ഇടയന് ദൈവം ഈ റെവലേഷൻ കൊടുത്തു എന്നുള്ളതാണ്. ஆமென். அப்ப புதிய உடன்படிக்கையில் ஆமென் ஒரு அப்போஸ்தலர் இதை எடுத்து கோட் பண்ணுகிற அளவுக்கு ஒரு மெய்ப்பனாயிருந்த மனுஷனுக்கு கர்த்தர் இந்த வெளிப்பாடுகளை கொடுத்தார். എന്നൊന്ന് പറഞ്ഞ, അടുത്ത ജനറേഷൻ കോട്ട് ചെയ്യുന്ന വെളിപ്പാടുകൾ ഇന്നത് വേണ്ടവർ പ്രാപിച്ചു. കർത്താവേ, അത് ക്രൈസ്റ്റ് ജനറേഷന് മേൽ തുറക്കപ്പെടട്ടെ. ஓ ஆமென். இன்னைக்கு வாஞ்சிக்கிறவர்கள் சொல்லுங்க, அடுத்த ஜெனரேஷன் கோட் பண்ணுகிறதான சில வெளிப்பாடுகள் ஆமென் அது கிரைஸ்ட் ஜெனரேஷன் என் மேல் வெளிப்பட வேண்டுமே என்று சொல்லி ആ വെളിപ്പാടുകൾ തുറക്കപ്പെടട്ടെ. அந்த வெளிப்பாடுகள் திறக்கப்பட
மாறட்டும். പഴയ ഉടമ്പടിയുടെ പ്രത്യേകത, പഴയ ഉടമ്പടിക്കകത്ത് സകല പ്രവാചകന്മാരും അരുളപ്പാട് വാങ്ങിക്കുന്നവരാ. ஆமென். பழைய உடன்படிக்கையினுடைய ஸ்பெஷாலிட்டி என்ன சொன்னா, பழைய உடன்படிக்கையிலே ஆமென் அநேகம் தீர்க்கதரிசிகளும் கர்த்தர் அருளி செய்வதை பெற்றுக்கொள்கிறவர்கள். എന്നാൽ ദാവീദ് ആ കാലഘട്ടത്തിനകത്തും വെളിപ്പാടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ஆனால் ஆமென் ஆராதனை வீரனா இருந்த தாவீது அந்த காலத்திலேயும் வெளிப்பாட்டில் சஞ்சரித்து கொண்டிருந்தார். അതുകൊണ്ട് ദാവീദ് പറഞ്ഞ യാഹ്വേ ഞാൻ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. அதனால் தான் தாவீது சொல்கிறது, கர்த்தரை நான் எப்பொழுதும் என் முன்பாக வைத்திருக்கிறேன். എന്റെ 10ാമത്തെ വാക്യമൊക്കെ അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് കോട്ട് ചെയ്തിരിക്കുക. അങ്ങന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, അതിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല, ജീവന്റെ വഴി അങ്ങനെക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ ഞാൻ സന്തോഷ പരിപൂർണതയും നിന്റെ വലതു ഭാഗത്തെ പ്രമോദങ്ങളും, ഇതെല്ലാം അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് കോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വെളിപ്പാടുകൾ. ആമേൻ. അതിനുடைய 10-11 வசனங்கள் எல்லாம், என் ஆத்துமாவை பாதாளத்தில் விடீர், உம்முடைய பரிசுத்தவானை அழிவை காணவொட்டீர், ஆமென், ஜீவ மார்க்கத்தை எனக்கு தெரியப்படுத்துவீர். தொடர்ந்துள்ள வசனங்கள் எல்லாமே அப்போஸ்தல நடபடிகளில் எடுத்து கோட் பண்ணப்பட்டதான ஆமென் விஷயம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ റെവലേഷൻ ഒഴുകുന്ന എവിടെ നിന്നാണ്? റിലേഷൻഷിപ്പിൽ നിന്നാണ്. ആമേൻ. இந்த வெளிப்பாடு ஒழுகுவது உறவில் நின்று. എവിടെ റിലേഷൻഷിപ്പ് ഉണ്ടോ അവിടെ വെളിപ്പാടുകൾ തുറക്കപ്പെടും. எந்த இடத்தில் உறவுண்டோ அந்த இடத்தில் வெளிப்பாடுகள் திறக்கப்படும். കൈ കൊടുത്തിട്ട് പറഞ്ഞ റിലേഷൻഷിപ്പ് വെളിപ്പാടുകളെ റെവലേഷനെ കൊണ്ടുവരും. ஆமென். பக்கத்துல இருக்க நபரை பார்த்து கை கொடுத்து கொண்டு சொல்லுங்க, ரிலேஷன்ஷிப் உங்களுக்கு இருக்கிற உறவு வெளிப்பாடை கொண்டு வரும். ആമേൻ. ഡബിൾ ആർ പറഞ്ഞ റിലേഷൻ റെവലേഷനെ കൊണ്ടുവരും. ஆமென். டபுள் ஆர் பக்கத்துல பார்த்து சொல்லுங்க, ரிலேஷன் ரெவலேஷனை கொண்டு வரும். റിലേഷൻ റെവലേഷനെ കൊണ്ടുവരും. பக்கத்துல பார்த்து சொல்லுங்க, ரிலேஷன் ரெவலேஷனை கொண்டு வரும். ആമേൻ. നിങ്ങൾക്ക് ജിനമോളെ കുറിച്ച് അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ജിനമോളെ കുറിച്ച് അറിയാം. ஆமென். உங்களுக்கு என்னை பத்தி தெரிவதை விட அதிகமாக பாஸ்டருக்கு என்னை பத்தி தெரியும். കാരണം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി കിട്ടുന്നത്. ஆமென். அது எங்களுக்கு இடையில இருக்கிற உறவு தான் என்னை பத்தி கூடுதலான காரியங்கள் பாஸ்டருக்கு தெரியும். ഇതുപോലെ യാഹുവയായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആഴമേറിയ ബന്ധമുണ്ടോ? இதுபோல യാഹ്വേയോട് உங்களுக்கு എவ்வளவு ആഴமான ഉറവ് ഓ, ഞാൻ അത് ഡിക്ലെയർ ചെയ്യുന്നു. ആർക്കും ലഭിക്കാത്ത സീക്രട്സ്, ആർക്കും ലഭിക്കാത്ത മിസ്റ്ററീസ്, ஆமென், யாருக்கும் கிடைக்காததான ரகசியங்கள், மறைந்திருக்கிறவைகள், ആർക്കും ലഭിക്കാത്ത മർമ്മങ്ങൾ, யாருக்கும் ஆமென் கிடைக்காத மர்மங்கள். നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് യാഹ്വേയുടെ പൂർണ്ണത ഈ വചനത്തിനകത്ത് നിറഞ്ഞിരിപ്പുണ്ടെന്ന്. ஆமென். நீங்க ஒருபோதும் நினைக்காதீங்க യാഹ്വേயினுடைய பரிபூரணம் இந்த வார்த்தையில் நிரம்பி இருக்குன்னு சொல்லிட்டு. ഈ ബൈബിളിനകത്ത് മുഴുവൻ കാര്യങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ஆமென். இந்த பைபிளுக்குள்ள முழுவன் விஷயங்களும் எழுதப்பட்டிருக்குன்னு சொல்லி நீங்க நினைக்க கூடாது. ഇതിനകത്ത് യാഹ്വേയുടെ മർമ്മത്തിന്റെ അംശം മാത്രമേ ഉള്ളൂ. இது യാഹ്വേயினுடைய മർമ്മത്തിനുடைய ഒരു അംശം மட்டுமே. ആമേൻ. ഇതിനകത്ത് എഴുതാതെ വീണ്ടും കടലു പോലെ യാഹ്വയെ കുറിച്ചുള്ള റെവലേഷനുകൾ കിടപ്പുണ്ട്. ஆமென். இதில் எழுதப்படாமல் கடல் போல மறைந்திருக்கிற ரகசியங்கள் இன்னும் பரலோகத்தில் இருக்கிறது. അത് കൂടുതൽ കണക്ട് ആകുന്നവർക്ക് സ്വർഗ്ഗം തുറന്നു കൊടുത്തുകൊണ്ടേയിരിക്കും. ஆமென். அது எவ்வளவுக்கு அதிகமாக உறவு கொள்கிறார்களோ அவர்கள் மேல் എഴുതിയതും എഴുതപ്പെടാത്തതും എനിക്ക് സ്വർഗം പകർന്നു തരുമെന്ന് തിരിച്ചറിയുന്നവർ, ഞാൻ അതിനെ പ്രാപിക്കുന്ന തരത്തിൽ ഒരാഴമേറിയ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നവർ ഒന്ന് ആത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. எழுதினதும் ஆமென், எழுதப்பட இருக்கிறதும் ஆமென், என்னுடைய பரலோக தகப்பன் எனக்கு திறந்து தருவார், அந்த ஆழமான உறவுக்குள் நான் பிரவேசிக்கிறேன் என்று சொல்கிறவர்கள். ഹല്ലേലൂയ. ஹல்லேலூயா. ഇതിന് വിരോധമായി പ്രവർത്തിക്കുന്ന ചാരന്മാരെയല്ല. ஆமென். இவருக்கு விரோதமாக செயல்படுகிறவர்களே அல்ல. ഓ, ഇവനെ തകർക്കാൻ നോക്കുന്ന ശൗൽ രാജാവിനെ അല്ല. இவனை ஆமென் தகர்க்க பார்க்கிற சவுல் ராஜாவே அல்ல. ശൗലിന്റെ സൈന്യത്തെ അല്ല. சவுலுடைய சேனையே அல்ல. കണ്ണ് തുറന്നാലും അടച്ചാലും ദാവീദിന് മുമ്പിൽ ഒറ്റ വിഷനേ ഉള്ളൂ, അത് യാഹ്വേ അത്രേ. ஆமென். கண் திறந்திருந்தாலும் கண் மூடினாலும் ஆமென், தாவீதுக்கு முன்பதாக ஒரே தரிசனம், அது கர்த்தர். ഈ റിലം ഇന്ന് ആറമേലൊക്കെ തുറക്കാൻ പോകുകയാണ്. ஆமென். இந்த ஒரு ஆவிக்குரிய மண்டலம் யார் மீதெல்லாமோ திறக்கப்பட போகிறது. ആമേൻ. ക്രൈസ്റ്റ് ജനറേഷൻ ഇതിനകത്ത് പ്രശ്നങ്ങളെ കണ്ടു ഭയപ്പെടുന്നവരല്ല. പ്രതികൂലങ്ങൾ മുമ്പിൽ നിന്നാലും പ്രശ്നങ്ങൾ മുമ്പിൽ നിന്നാലും നിങ്ങൾ യാഹ്വേ മുമ്പിൽ സെറ്റ് ചെയ്തവരാണോ, യാഹ്വേ മുമ്പിൽ നിർത്തിയവരാണോ, നിങ്ങൾ സകല പ്രതികൂലത്തിനകത്തും യേശുവായെ യാഹ്വേ നിങ്ങളുടെ കണ്ണുകളാൽ നിങ്ങൾ കാണാൻ പോകുക. ஆமென். ஹல்லேலூயா. கிரைஸ்ட் ஜெனரேஷன் உங்களுடைய பிரச்சனைகளை நீங்க பெருசாக பார்க்கிறவர்கள் அல்ல. ஆமென். கண் மூடி இருந்தாலும் கண் திறந்தாலும் ஆமென், யாகுவேயை முன்னாடி வைத்திருக்க
திறக்கிற ஒரு தலைவர். Hallelujah. ആമേൻ. നിങ്ങൾ ഇനി പ്രതികൂലത്തെ സംസാരിക്കത്തില്ല. യാഹുവേ കാണുന്നവർ യാഹുവേ സംസാരിക്കാൻ പോകുക. ஆமென். இனி நீங்கள் பிரச்சனைகளை பேச மாட்டீங்க, யாஹ்வேயை பார்க்கிறவர்கள் ஆமென் யாஹ்வேயை பேச பாருங்க. ആമേൻ. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഇന്ന് കാണുന്ന പോലെ ആയിരിക്കത്തില്ല നാളെ കാണുന്നത്. ஆமென். ஏனென்றால் அதனுடைய ஸ்பெஷாலிட்டி இன்றைக்கு பார்ப்பது போல அல்ல நாளைக்கு பார்ப்பது. ഇന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കത്തില്ല നാളെ കിട്ടുന്ന റെവലേഷൻ. ஆமென். இன்னைக்கு கிடைக்கிற இன்ஃபர்மேஷன் அல்ல நாளைக்கு உங்களுக்கு கிடைக்கிற ரெவலேஷன். ആമേൻ. ഓരോ ദിവസവും പിതാവാം ദൈവം നിങ്ങളെ പുതുക്കത്തിലൂടെ നടത്തുവാൻ തുടങ്ങും. ஒவ்வொரு நாளும் பிதாவாகிய தேவன் உங்களை புதிதான ஆமென் தன்மையில் நடத்துவார். ഇന്ന് ലഭിക്കുന്ന യാഹ്വേയിൽ നിന്നുള്ള ലൈഫ് ആയിരിക്കത്തില്ല നാളെ ആ ജീവന്റെ പുതുക്കത്തിൽ നിങ്ങളെ നടത്തുവാൻ തുടങ്ങും. இன்றைக்கு நீங்க பெற்றுக்கொள்கிற யாஹ்வேனுடைய ஜீவனா இராது நாளைக்கு நீங்க பெற்றுக்கொண்டிருப்பது. ആമേൻ. യാഹ്വേ നിങ്ങൾ മുമ്പിൽ നിർത്തിയാൽ പ്രോബ്ലത്തെ നിങ്ങൾ കാണത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്ന റെവലേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന തേജസ്, നിങ്ങൾ അനുഭവിക്കുന്ന സാന്നിധ്യം അത് ഓരോ ദിവസവും പുതുക്കമുള്ളതാക്കി മാറ്റുവാൻ തുടങ്ങും. ஆமென். ஹalleluya. அப்படி என்று சொன்னால் ஒவ்வொரு நாளும் நீங்க பெற்றுக்கொள்கிற வார்த்தை, ஒவ்வொரு நாளும் நீங்க பெற்றுக்கொள்கிற ரெவலேஷன் அது ஒவ்வொரு நாளும் உங்களை புதுக்கத்துக்கு நேராக நடத்துகிறதா இருக்கும். ஹalleluya. ആമേൻ. ഈ മൂന്നാറിൽ ഒത്തിരി ടൂറിസ്റ്റുകാർ വന്നു പോകാറുണ്ട്. ஆமென். இந்த மூணார்ல ஏராளமான டூரிஸ்டுகள் வந்து போகிறது. അവർ ഈ ദേശത്തെ എൻജോയ് ചെയ്തിട്ട് പോകും. அவர்கள் இந்த தேசத்தை என்ஜாய் பண்ணி போவார்கள். പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്ക് ഈ മൂന്നാർ ഒരു എൻജോയ്മെന്റ് അല്ല. ஆனா இங்க இருக்கிற ஆட்களுக்கு இந்த மூணார் ஒரு என்ஜாய்மெண்டே இல்ல. കാരണം നിങ്ങൾ ഇത് ഡെയിലി കണ്ടു മടുത്തു നിൽക്കുന്നവർ. ஏனென்றால் நாள்தோறும் பார்த்து நீங்க உங்களுக்கு சலிச்சு போச்சு. പുറത്തുള്ളവർ വന്ന് ഇതിനെ ആസ്വദിച്ചിട്ട് പോകും. வெளியே உள்ளவர்கள் வந்து அதை என்ஜாய் பண்ணி போறாங்க. പക്ഷേ നമ്മൾ ദിവസവും കാണുന്നതുകൊണ്ട് ഇത് നമുക്കൊരു ഒരു എൻജോയ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നാറില്ല. ஆமென். ஆனால் நம்ம எல்லா நாளும் பார்ப்பதனால இது பெரிய என்ஜாய்மென்ட் நமக்கு தெரியறது இல்ல. പക്ഷേ ഗോഡ്സ് പ്രസൻസ് അങ്ങനെയല്ല. ஆனால் தேவ பிரசன்னம் அப்படி அல்ல. നിങ്ങൾ 1000 ദിവസം ആ പ്രസൻസിനകത്തിരുന്നാലും, நீங்க 1000 நாட்கள் அந்த பிரசன்னத்தில் இருந்தால் ആമേൻ, നിങ്ങൾക്ക് മടുപ്പ് വരാത്ത രീതിയിൽ അത് ഓരോ ദിവസവും സ്പെഷ്യൽ ആയിരിക്കും, ഓരോ ദിവസവും പുതുക്കമുള്ളതായിരിക്കും. ஆமென். உங்களுக்கு சோர்வு வராத அளவுக்கு ஒவ்வொரு நாளும் அது புதுமையானது, ஒவ்வொரு நாளும் அது மகிமையானதாயிருக்கும். അങ്ങനെ ഒരു ഗോഡ്സ് പ്രസൻസിലേക്ക് ഇന്ന് ആമേൻ ക്രൈസ്റ്റ് ജനറേഷനെ പരിശുദ്ധാത്മാവ് കയറ്റുന്നത് ഞാൻ കാണുന്നു. എവിടെ റിലേഷൻഷിപ്പ് ഉണ്ടോ മടുപ്പില്ലാത്ത പുതുപ്പിക്കുന്ന ഓരോ ദിവസവും പുതുക്കമുള്ളതാക്കി മാറ്റുന്ന ആ ഗോഡ്സ് പ്രസൻസിന്റെ വ്യത്യസ്തത നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. ஆமென். எந்த இடத்தில் உங்களுக்கு உறவுண்டோ அதுபோல ஒவ்வொரு நாளும் உங்களை புதுப்பிக்கிற தேவனுடைய பிரசன்னத்துக்குடைய உடைமைகளாக நீங்க மாறுவீர்கள். ഹല്ലേലൂയ. ஹalleluya. ആമേൻ. യുദ്ധത്തെ ആയിരിക്കാം ചിലപ്പോൾ ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ஆமென். யுத்தமாய் இருக்கலாம் ஒருவேளை தாவீதுக்கு முன்பதாக நிற்பது. വളരെ ശക്തിയുള്ള സൈന്യമായിരിക്കാം ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്നത്. வல்லமையான சேனையா இருக்கலாம் தாவீதுக்கு முன்பதாக நிற்பது. പക്ഷെ ദാവീദ് കണ്ണു തുറന്ന് നോക്കിയാൽ യുദ്ധവീരനായി യഹോവയെ കാണത്തുള്ളൂ. ஆனால் தாவீது கண் திறந்து பார்க்கும்போது சேனைகளின் கர்த்தராகிய ஆமென் யெகோவாயை பார்க்கிறார். അവൻ അവിടുത്തെ റെവലേഷൻ കിട്ടും. അവരുടെ കൂടെ ഉള്ളതിനെക്കാട്ടിലും സർവശക്തനായ ഒരു ദൈവം അത്ര എന്റെ കൂടെയുള്ളത്. அவனுக்கு அப்போ ஒரு வெளிப்பாடு வரும், அவர்களை பார்க்கிலும் என்னோடு கூட உள்ளவர் சர்வ வல்லமையுள்ள கர்த்தர். അവൻ കൂടെയുള്ള സകലരും എന്ന് പറയും, രാജാവേ അവൻ ചുറ്റും പ്രോബ്ലമാ, ചുറ്റും പ്രശ്നമാ. ദാവീദ് പറയും, എന്റെ കൂടെ സൊല്യൂഷൻ ഉണ്ട്. ஆமென். கூட இருக்கிறவங்க சொல்வாங்க, ராஜா சுற்றிலும் பிரச்சனை, ஆனால் தாவீதுக்கு சொல்ல முடியும், எனக்கு ஒரு சொல்யூஷன் என்னோடு கூட இருக்கிறது. പകൽ ദൈവമക്കളെ, ലോകത്തിലുള്ള മുഴുവൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നിന്റെ മുമ്പിൽ ആമേൻ നീ സെറ്റ് ചെയ്തു വെക്കാൻ തുടങ്ങിയ നീ പ്രോബ്ലത്തെ കണ്ട് ഭയപ്പെടത്തില്ല. നിന്നിലൂടെ കർത്താവ് ചില സൊല്യൂഷനുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങും. ஆமென். ஹalleluya. அன்பான தேவனுடைய பிள்ளைகளே, உலகத்தினுடைய சகல பிரச்சனைக்கும் சொல்யூஷன் ஆனவரே உங்களுக்கு முன்பதாக நீங்க செட் பண்ணி வைத்தீர்கள் என்று சொன்னால் உங்களுக்கு முன்பதாக வருகிற பிரச்சனைகளை கண்டு நீங்க பயப்பட மாட்டீங்க. சொல்யூஷன் ஆனவரை நீங்க பயன்படுத்துவீங்க. എന്ന് തിരിച്ചറിയുന്നവർ അതിനെ ഒന്ന് പറഞ്ഞേ, ഞാൻ എന്റെ കണ്ണു തുറന്നാൽ ഒരു പ്രോബ്ലത്തെ കാണത്തില്ല, പ്രതികൂലത്തെ കാണത്തില്ല. അങ്ങനെയുള്ള കണ്ണുകൾ ബ്ലൈൻഡായി യാഹുവെ കാണുന്ന ഗ്ലോറിയസ് ഐസ് ഓപ്പൺ ആകട്ടെ. പ്രോബ്ലത്തെ കാണുന്ന കണ്ണുകൾ അടയട്ടെ, മഹത്വത്തെ കാണുന്ന കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ஆமென். இன்னைக்கு சொல்லுங்க, நான் என்னுடைய கண்களை திறந்தால் பிரச்சனை அல்ல காண்பது, மகிமையை காண்பேன். இன்னைக்கு எத்தனை பேர் சொல்றீங்க, பிரச்சனையை காண்கிற என்னுடைய இம்மைக்குரிய கண்கள் அடைந்து மகிமையை காண்கிற என்னுடைய ஆவிக்குரிய கண்கள் திறக்கப்படுவதாக. എന്നെ കർത്താവ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ടതുപോലെ ഒരു പാട് കാണിക്കുന്നു. സ്റ്റിച്ച് ഇട്ടതുപോലെ അമ്മേ, എന്നെ ആണ്ടവർ ഒരു സ്റ്റിച്ച് പോട്ടത് മാതിരി ഒരു 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 ഒരു
காயம் காட்டுகிறேன். അതിനകത്ത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടായിരുന്നു, അതിനകത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കർത്താവ് അത് സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. அந்த இடத்துல உங்களுக்கு வலி இருந்தது, ஆனால் கர்த்தர் இப்பொழுது அதை சுகமாக்குறதை காண்பிக்கிறேன். അങ്ങനെ ഒരു വിടുതൽ ഇതിനകത്ത് നടക്കുന്നത് ഞാൻ കാണുന്നു. அப்படி ஒரு விடுதலை இதுக்குள் நடப்பதை நான் பார்க்கிறேன். എന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത്? ഓ ജീസസ് ഹല്ലേലൂയ. ഒളന്നിട്ട് കരയുന്ന എന്താ സംഭവിക്കുന്നേ? ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ മുമ്പോട്ട് വരാൻ മടി കാരണം ഇപ്പൊ എങ്ങനെയുണ്ട്? മാറി വേദന. ഹല്ലേലൂയ. എനിക്ക് ഇന്നിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 20 ദിവസമായതേ ഉള്ളൂ. ഈ സൈഡ് നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞാനോർത്ത് എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ ചുമ്മാതായിരിക്കും. നമ്മൾ ഇങ്ങനെ ഫേസ്ബുക്ക് വഴിയൊക്കെ കാണുമ്പോഴും നമ്മളോർക്കും ചുമ്മാ പറയുന്നതെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം വേദന മാറിയപ്പോൾ എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെ തൊട്ട് നോക്കിയപ്പം ശരിയായിട്ടുമാണ്. ഇപ്പോൾ വന്നതിന് വ്യത്യാസമുണ്ടോ? വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ വേദന ഇല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூணார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.